ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് മൂന്നാമത്തെ അധ്യായം 32ാമത്തെ ശ്ലോകം മുതൽ. ഏതു അഭ്യാസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനാം വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടം നഷ്ടാൻ അചേതസാ ഏതു ഏതത് അഭ്യാസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനാം വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസാ. സാവിത്രി മാതാജി, സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാൻസ്താൻ വിദ്ധി നഷ്ടാന ചേതസാ. ഹരേ കൃഷ്ണ. ആൻഡ് സ്വാതി മാതാജി എന്റെ വിവർത്തനം ഒന്ന് വായിക്കും. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം. അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരും ആയി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. But those who out of envy disregard these teachings and do not follow them regularly are to be considered bereft of all knowledge, befooled and ruined in their endeavors for perfection. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, എൻ്റെ ഈ നിർദ്ദേശം, ഈ ഗീതാ ഉപദേശം ആരാണോ നിരസിക്കുന്നത് അവരെ എന്തായിട്ട് കാണണം? വിഡ്ഢികളായിട്ട്, ബിഫൂൾഡ്, ബെറഫ്റ്റ് ഓഫ് നോളജ്. ഓക്കെ, അജ്ഞതരായിട്ട് കാണണം, വിഡ്ഢികളായിട്ട് കാണണം. അവർക്ക് പെർഫെക്ഷൻ സ്റ്റേജിൽ അവർക്ക് ആ പരിപൂർണമായിട്ടുള്ള പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താനും പറ്റില്ല. അതെല്ലാം നശിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഭഗവാൻ നമുക്ക് തരുന്ന ഈ ഉപദേശം, ഗീതോപദേശം നമ്മൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന് യാതൊരു പ്രശ്നമില്ല. ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിൽ എത്രയോ മക്കളുണ്ട് അല്ലെ, പല സ്പീഷീസിലും, മാനവജാതിയിലും മൃഗങ്ങളുടേതിലും പക്ഷിലതാ വൃക്ഷങ്ങളുടേതിലും ആയിട്ട് ഒരുപാട്, എല്ലാം ഭഗവാന്റെ മക്കളാണ്, എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ശരീരം കൊണ്ട് മാത്രം പല സ്പീഷീസ് ആയിരിക്കാം, ചിലര് മനുഷ്യജാതികളായിരിക്കാം, ചില ആൾക്കാർ മൃഗങ്ങളായിരിക്കാം, ചിലര് മത്സ്യങ്ങള്, പക്ഷികള്, വൃക്ഷങ്ങള്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാവരുടെയും ഒന്നാണ്. അതെല്ലാം ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. എസ്പെഷ്യലി മാനവജാതി. കാരണം വെച്ചാൽ മാനവജാതിക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ അല്ലേ. അപ്പൊ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഇത് പാലിച്ചില്ലെങ്കിൽ
നമ്മളിത് മനസ്സിലാക്കി നമ്മളിത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്. കാരണം നമ്മൾക്ക് നല്ലൊരു നന്മ വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? മനുഷ്യനാണ് പറഞ്ഞിട്ട് കാര്യം. ഓക്കെ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള എന്താണ് അന്തരം? അവർ 4 കാലിൽ നടക്കുന്നു, നമ്മൾ 2 കാലിൽ നടക്കുന്നു, അല്ലേ? അപ്പൊ നമ്മൾ ഈ ധർമ്മം, ഈ ഉപദേശം നമ്മൾ ഉൾക്കൊണ്ട് ഇത് പ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഒരു പശുവും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പത്മപുരാണത്തിൽ പറയുന്നത് പോലെ ആഹാര നിദ്രാഭയ മൈഥുനം ച സാമാന്യമേതത് പശുഭി നരാനാം ധർമ്മോഹി തേശാം അധികോ വിശേഷോ ധർമ്മേണ ഹീന പശുഭി സമാനം. അപ്പൊ നമ്മളും പശുക്കളും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ ഈ ധർമ്മം പാലിച്ചിട്ടില്ലെങ്കിൽ. പശു പറയില്ല ഞാൻ ധർമ്മിഷ്ഠനാണെന്ന്. പറയോ? ഒരു പശു പറയോ? ഇല്ല. അവർക്ക് ധർമ്മം ആചരിക്കേണ്ട ആവശ്യമില്ല. കാണിച്ചാൽ അവർക്ക് നമ്മുടെ പോലുള്ള വിവേക ബുദ്ധി ഭഗവാൻ കൊടുത്തിട്ടില്ല. അവര് എന്താണോ പ്രകൃതി നിയമം അതിൻ്റെ അനുസൃതമായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഒന്നും വിവേചിച്ചിട്ട് ഇത് ചെയ്ത് ഇത് ശരി ഇത് തെറ്റ് എന്ന് വിവേചിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് പ്രകൃതി പറയുന്നത് അതനുസരിച്ച് ജീവിക്കും. പക്ഷെ നമ്മളെന്താണ്? നമ്മൾ പ്രകൃതി പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നില്ല. നമുക്ക് ആ സ്വാതന്ത്ര്യം, ഒരു ചെറിയൊരു അംശം സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് ഭഗവാൻ നമ്മളുടെ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ സ്വാതന്ത്ര്യം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ വീണ്ടും ഈ ജന്മ മൃത്യു ജരാവ്യാധി സൈക്കിൾ, ഈ ചക്രത്തിൽ അകപ്പെടും. അത് അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാൻ പാടില്ല. അത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്, നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണ്ടേ? ആ ജ്ഞാനമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ജ്ഞാനം അറിവുള്ളവരെ അതിന് ഫോളോ ചെയ്യും, അറിവില്ലാത്തവരെ വിഡ്ഢികളെ അതിനെ തള്ളിക്കളയും. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താണ് നന്മ? ഭഗവാൻ തരുന്ന, അർജുനൻ മുഖേന തരുന്ന ഈ ജ്ഞാനത്തിനെ ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ മാനവജന്മം അല്ലെങ്കിൽ മനുഷ്യജന്മം ശരിക്കും അതിൻ്റെ നന്മയിലേക്ക്, ആ തലത്തിലേക്ക് ഉയർത്താനും തിരിച്ച് ഈ ഭവസാഗരത്തിൽ നിന്ന്, ദുഃഖസാഗരത്തിൽ നിന്ന്, ദുഃഖാലയം ശാശ്വതമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കും എന്നാണ്. സോ ദ ഫ്ലോ ഓഫ് നോട്ട് ബീങ് കൃഷ്ണ കോൺഷ്യസ് ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ് ഹിയർ. അപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ജീവിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ ശ്ലോകം മുഖേന നമുക്ക് പറഞ്ഞു തരാണ്. As there is punishment for disobedience to the order of the supreme executive head, so there is certainly punishment for disobedience to the order of the supreme representative God. നമ്മളെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില യമനിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കേണ്ടി വരുന്നു, അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ട്രാഫിക് വയലേറ്റ് ചെയ്യാണ്. നമുക്ക് വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാൻ നമ്മുടെ ഇഷ്ടപ്രകാരം വണ്ടി ഓടിക്കാൻ പറ്റുമോ? സിഗ്നലെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആരും വിലവയ്ക്കുന്നില്ല, നമുക്ക് ഓടിക്കാൻ പറ്റുമോ? അപ്പോൾ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു, ബാധ്യസ്ഥരാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? നമ്മളെ ശിക്ഷിക്കും. അതേപോലെ തന്നെ ഭഗവാൻ ചില നിയമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഈ മനുഷ്യ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ, എങ്ങനെ ഒരു സമൂഹത്തിൽ, ഒരു സ്റ്റേറ്റിൽ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു, അതേപോലെ ഭഗവാന്റെ ശിക്ഷ നമുക്ക് കിട്ടും. ആ ഭഗവാന്റെ ശിക്ഷ എന്താണ്? പുനരപി ജനനം പുനരപി മരണം. വീണ്ടും വീണ്ടും നമ്മൾ ജനിച്ചും മരിച്ചുകൊണ്ടിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ദേഹം എടുക്കേണ്ടി വരും. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഇന്നിപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്, മനുഷ്യന്റെ ദേഹം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വല്ല പട്ടിയുടെ, കഴുതയുടെ, പൂച്ചയുടെ, ഈച്ചയുടെ ആ ശരീരം കിട്ടിയായിരിക്കും. ആലോചിച്ചു നോക്കൂ നമ്മുടെ എങ്ങനെയായിരിക്കും ജീവിതം, അല്ലേ? നമുക്കറിയാം അവരുടെ ജീവിതം എങ്ങനെയാണെന്നല്ലേ. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതമല്ല, അങ്ങനത്തെ ഒരു ശരീരമല്ല ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ശരിക്കും നമ്മളെ അറിയാനും ഭഗവാനെ അറിയാനും ഇത് ഉപയോഗിക്കുക. ഈ ജന്മ മൃത്യു ജരാവ്യാധി ഈ ചക്രത്തിൽ നിന്ന് കരകയറാനും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും എന്നാണ് പറയുന്നത്. സോ ദർ ഈസ് സർട്ടൻലി പണിഷ്മെന്റ്. അവിടെ ശിക്ഷയുണ്ട്. എന്തിന്? ഫോർ ഡിസൊബീഡിയൻസ്. നമ്മളെ അത് അനുസരിക്കാത്തത് കൊണ്ട്, ഈ നിർദ്ദേശം, ഈ നിയമങ്ങൾ, to the order of Supreme Personality of God. Disobedient person, however great he may be, is ignorant of his own self. എത്ര തന്നെ വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കൂടി, അതായത് ഭഗവാന്റെ നിയമം, പ്രകൃതി നിയമങ്ങൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും
നമുക്ക് അതിന്റെ ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഓഫ് ദ സുപ്രീം ബ്രഹ്മൻ പരമാത്മ ആൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഡ്യൂ ടു എ വേക്കന്റ് ഹാർട്ട് ദെയർഫോർ ദർ ഈസ് നോ ഹോപ്പ് ഫോർ പെർഫെക്ഷൻ ഓഫ് ലൈഫ് ഫോർ ദം. അപ്പോൾ വലിയ പദവിയൊക്കെ ഉണ്ടായിരിക്കും, ഭൗതിക തലത്തിലുള്ള PhD പോസ്റ്റ് ഡോക്ടർ അങ്ങനെ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും കൂടി നമ്മളെ പ്രപഞ്ച നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എങ്ങനെ ഒരു വ്യക്തി, ഒരു പൗരൻ പാപകർമ്മങ്ങളിൽ, അതായത് നമ്മളുടെ ഗവൺമെന്റിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ എങ്ങനെ ഗവൺമെന്റ് അവരെ ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കുന്നു, അതേപോലെ നമ്മളെയും ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കും. എന്നാണ് കാരാഗ്രഹം? ദുഃഖാലയം അശാശ്വതം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ തരുന്ന ഈ നിർദ്ദേശം അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്, ബുദ്ധിമാന്മാരാണ്. അല്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കമന്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്? അല്ലെങ്കിൽ 33 പോവാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, നമ്പർ 33. സദൃശം ചേഷ്ടത്തെ സ്വസ്യാ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടത്തെ സ്വസ്യാ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹൻ കിം കരിഷ്യതി. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 33. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗീത മാതാജി അതിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ തന്റെ കൃഷ്ണ. പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? Very good. So even a man of knowledge acts according to his own nature. For everyone follows the nature he has acquired from the three modes. What can repression accomplish? എന്താണ് പറയുന്നത്? എല്ലാവരും, അത് ഈവൻ ഒരു ജ്ഞാനിയും കൂടിയിട്ട് അവരുടെ അക്വയർഡ് നേച്ചർ അനുസരിച്ച്. എന്താണ് അക്വയർഡ് നേച്ചർ? 3 ഗുണങ്ങൾ അല്ലെ? സത്വ രജസ് തമോ ഗുണങ്ങളിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആ ഗുണങ്ങൾ അക്വയർഡ് നേച്ചർ അല്ലെ? അപ്പോൾ സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ള ആ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് അതിനെ നിഗ്രഹിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ തമോ ഗുണത്തിലാണ്. ഭഗവാൻ പറയുന്നില്ല തമോ ഗുണത്തിൽ തന്നെ നിൽക്കണമെന്ന്. നമ്മുടെ അക്വയർഡ് നേച്ചർ തമോ ഗുണമാണ്. പക്ഷെ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ഭഗവാൻ. ആ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് വിശുദ്ധ സത്വത്തിലേക്കും പോകാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. തമോ ഗുണത്തിൽ നിന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അക്വയർഡ് നേച്ചർ തമോ ഗുണമായിരിക്കാം, പക്ഷെ നമുക്ക് നമ്മളുടെ വിവേക ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉയരണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ജോലി കിട്ടുകയാണ് ഒരു കമ്പനിയിൽ, അധികം പഠിത്തമൊന്നുമില്ല. ഓക്കെ, ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാണ്. പക്ഷെ ആ ഓഫീസിൽ ചാൻസ് കൊടുക്കുക, നിങ്ങൾ കൂടുതൽ പഠിച്ച് ട്രെയിനിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉയരാം. നിങ്ങൾക്ക് സൂപ്പർവൈസർ ആവാം, ഓഫീസർ ആവാം, മാനേജർ ആവാം, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവാം. അങ്ങനെ ഉയർന്ന് വരാം. അതിനുള്ള ഒരു സൗകര്യം അവിടെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് ചെയ്യാതിരിക്കൂ അല്ലേ? അതേപോലെ ഭഗവാൻ നമുക്ക് ആ സൗകര്യം തന്നിരിക്കുകയാണ്. നിങ്ങൾ തമോ ഗുണത്തിൽ നിൽക്കേണ്ട ആവശ്യം, നിങ്ങളുടെ അക്വയർഡ് നേച്ചർ തമോ ഗുണമായിരിക്കും. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഗുണം തമോ ഗുണമായിരിക്കാം. പക്ഷെ ആ തമോ ഗുണത്തിൽ നിന്ന് നമുക്ക് ഉയരാം. എങ്ങനെ ഒരു താഴ്ന്ന കാഡറിൽ നിന്ന് ഉയർന്ന കാഡറിലേക്ക് ഒരു വ്യക്തി ഓഫീസിൽ നിന്ന് വളർന്നു പോകും, അതേപോലെ നമുക്ക് താഴ്ന്ന ഗുണത്തിൽ നിന്ന് ഉയർന്ന ഗുണത്തിലേക്ക് ഉയരാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുണ്ട്. അതായത് എങ്ങനെ അവസരം തന്നിരിക്കുന്ന? ഫ്രീഡം, സ്വാതന്ത്ര്യം. അത് മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രകൃതിയുടെ കീഴിൽ എന്നും പുതിയ പുതിയ ദേഹങ്ങൾ എടുത്തിട്ട്, അതായത് ഭഗവാന്റെ
ബഹിരാംഗ ശക്തിയുടെ കീഴിലിരിക്കണോ ഭഗവാന്റെ അന്തരാംഗ ശക്തിയിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു അവസരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ബഹിരാംഗ ശക്തിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പ്രപഞ്ചത്തിലായിരിക്കും, ഈ ഭൗതിക ലോകത്തിലായിരിക്കും. അന്തരാംഗ ശക്തിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിലായിരിക്കും. അത് തിരഞ്ഞെടുക്കാനുള്ള ആ ഓപ്ഷൻ, ആ ഫ്രീഡം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. മൃഗത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. മൃഗത്തിന് പറയാൻ പറ്റുമോ? ഇല്ല, നാളെ ഞാൻ രാവിലെ രസഗുള്ള കഴിക്കും, അല്ലെങ്കിൽ ലഡ്ഡു ഞാൻ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഫുൾ കോഴ്സ് മീൽ കഴിക്കും എന്ന് പറയാൻ പറ്റും. അവർക്ക് എന്താ കിട്ടുന്നത് അത് കഴിക്കണം. നമുക്ക് തീരുമാനിക്കാം നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ, അതുണ്ടാക്കണോ, ഇതുണ്ടാക്കണോ. ആ ഫ്രീഡം ഉണ്ട് നമുക്ക്, അല്ലേ? ഹോട്ടലിൽ പോയി കഴിക്കണം, വീട്ടിൽ പോയി കഴിക്കണം, ഇതെല്ലാം നമുക്ക് ആ ഫ്രീഡം. പക്ഷെ മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും അതില്ല. അപ്പൊ അവർക്ക് കൊടുക്കാത്ത ആ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് തന്നുകൊണ്ട് നമുക്ക് എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഭഗവാൻ തന്നിരിക്കുന്നത്? അക്കൗണ്ടബിലിറ്റി. എന്താണ് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഓർ അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ട്, മൃഗങ്ങൾക്ക് ഇല്ലാത്തത്. എന്താണത്? വിവേചന ബുദ്ധി ഉണ്ടല്ലോ പ്രഭുജി. അല്ലല്ല, അതുണ്ട്, അത് തീർച്ചയായിട്ടും അത് നമുക്ക് തന്നിരിക്കുന്നത്. ആ വിവേകം, ആ ഫ്രീ വില്ല് നമുക്ക് തന്നുകൊണ്ട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്താണ് അക്കൗണ്ടബിലിറ്റി? നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം നമ്മൾ അക്കൗണ്ടബിൾ ആണ്, അല്ലേ? അതിനനുസരിച്ച് നമുക്ക് കർമ്മഫലം കിട്ടുക. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും കർമ്മഫലം. അവർക്കതില്ല. അവർക്ക് നല്ലത് ചീത്ത എന്നുള്ള, അവർക്ക് ദ്വന്ദ്ങ്ങളില്ല. നല്ലത് ചീത്തയൊന്നുമില്ല അവർക്ക്. അവർക്ക് എന്താണ് പ്രകൃതി അവർക്ക് വെച്ചിരിക്കുന്നത്, അവരുടെ വിധി അനുസരിച്ച് അത് അനുഭവിച്ചു പോവുക. നല്ലത് നല്ലത്, ചീത്ത ചീത്ത. സെലക്ഷൻ ഇല്ല. നമുക്കിവിടെ സെലക്ഷൻ ഉണ്ട്. നമുക്ക് നല്ലത് ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ, അതായത് സത്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം നല്ലതായിരിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതനുസരിച്ച് അതിന്റെ ഫലം ദൂഷ്യമായിരിക്കും. മൃഗങ്ങൾക്ക് അതില്ല. അപ്പോ അതുകൊണ്ട് ആ ഫ്രീ വില്ല് നമുക്ക് തന്നോണ്ട് നമ്മൾക്ക് കർമ്മഫലം, അത് അക്കൗണ്ടബിലിറ്റിയാണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി നന്നായി പെരുമാറിയാൽ ടീച്ചറുടെ നിന്ന് അപ്രീസിയേഷൻ കിട്ടും. അതേ കുട്ടി അനുസരണക്കേട് കാണിച്ചാൽ എന്താണ്? പണിഷ്മെന്റ് കിട്ടും, അല്ലേ? കുട്ടി ലേറ്റ് ആയിട്ട് വന്നു, പണിഷ്മെന്റ് പുറത്ത് ബെഞ്ചിന്റെ മീതെ കയറി നിൽക്കാൻ പറയും. ഇന്നത്തെ കാലം നടക്കില്ല, അത് വേറെ കാര്യം. ഇന്ന് ടീച്ചറെ പിടിച്ചിട്ട് ബെഞ്ചിന്റെ മീതെ കയറി എടുത്താൽ മതി സാധാരണ. ഓക്കെ, ട്രാഫിക് റൂൾ എന്താ? ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണ്, റെഡ് സിഗ്നൽ ഞാൻ നോക്കാണ്ട് വണ്ടി എടുത്തു പോയാൽ എന്നെ ശിക്ഷിക്കും. അതേ സമയത്ത് ഒരു പശു അത് കൂടെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ ഗവൺമെന്റ് ശിക്ഷിക്കുമോ? പോലീസ് പിടിച്ചുകൊണ്ടോ? ഇല്ല. ഐ എം റെസ്പോൺസിബിൾ, ഐ എം അക്കൗണ്ടബിൾ. പശുവിന് അതില്ല, ആ ഫ്രീ വില്ലില്ല. അതുകൊണ്ട് അവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല, അവർക്ക് കർമ്മബലില്ല. ഈ വ്യത്യാസമാണ് മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഇത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഫോർ എവരി വൺ ഫോളോസ് ദ നേച്ചർ ഹി ഹാസ് അക്വയർഡ് ഫ്രം ദ 3 മോഡ്സ്. അപ്പൊ എല്ലാവരും ഒരു പെർട്ടിക്കുലർ നേച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. തമോ ഗുണോ, രജോ ഗുണോ, സത്വഗുണോ. നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? സത്വഗുണത്തിൽ നിന്ന് വിശുദ്ധ സത്വത്തിലേക്ക് കയറാൻ നോക്കണം. തമോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും. അതിനുള്ള ആ അവസരം, ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. So unless one is situated on the transcendental platform of Krishna consciousness, he cannot get free from the influence of the modes of nature. Upon them, as it is confirmed by the Lord in the 7th chapter 7.14. അപ്പോൾ 7.14 ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഈ 3 ഗുണത്തിൽ നിന്നും അതീതമായിട്ടുള്ള തലത്തിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭവസാഗരം കയറാൻ പറ്റില്ല. You cannot get free from the influence of modes of material nature. അപ്പോൾ നമ്മൾ ആധ്യാത്മിക തലത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണത്തിൽ നിന്നും അതിൽ നിന്നും ഉയരത്തിലേക്ക് പോകണം. Therefore, even for the most highly educated person on the mundane plane, it is impossible to get out of the entanglement of Maya simply by theoretical knowledge or by separating the soul from the body. അപ്പോൾ നമ്മൾ ഭൗതിക തലത്തിൽ എത്ര വലിയ ഡിഗ്രി ഹോൾഡർ ആയിക്കോട്ടെ, ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഭവസാഗരം താണ്ടാൻ പറ്റില്ല, ഭവസാഗരത്തിന് കരകയറാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. തിയററ്റിക്കൽ നോളജ് പോരാ,
അതായത് നോളേജ് പോരാ, അറിവും തിരിച്ചറിവും വ്യത്യാസമല്ലേ? അതേപോലെ നോളേജും അപ്ലൈഡ് നോളേജും വ്യത്യാസമല്ലേ? നോളേജ് ഉണ്ട് എനിക്ക്, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപം ചെയ്താൽ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എനിക്കും അറിയാതെ, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എന്താ കാര്യം? അല്ലേ? നുണ പറയരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കറിയാം, നന്നായിട്ട് അറിയാം, പാപമാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ നോളേജ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ആ നോളേജിനെ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. എത്ര തന്നെ വലിയ നമുക്ക് തിയററ്റിക്കൽ നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷെ അത് നമ്മൾ പ്രാബല്യത്തിൽ കൊടുത്തില്ലെങ്കിൽ സെയിം. Therefore, even for the most highly educated person on the mundane plane, it is impossible to get out of the entanglement of Maya. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ മായ ഇതിന്ന് ക്ലച്ചസ് ഓഫ് മായയുടെ ആ നെറ്റിൽ നിന്ന് നമുക്ക് പുറത്തു കയറാൻ പറ്റില്ല ബൈ തിയറിറ്റിക്കൽ നോളേജ് or by separating the soul from the body. There are many so-called spiritualists who outwardly pose as advanced in the science, but inwardly or privately are completely under particular modes of nature, which they are unable to surpass. ഒരുപാട് ഷോ ഓഫ് സ്പിരിച്വലിസ്റ്റ് ഉണ്ട്. ഷോ ഓഫ് സ്പിരിച്വൽ അവര് ഡ്രസ്, കാഷായ വസ്ത്രോ അല്ലെങ്കിൽ ഒരു ഡിവോട്ടിയുടെ ഡ്രസ്സൊക്കെ അട്ടയറൊക്കെ ഉണ്ടായിരിക്കും, വലിയ തിലകും പഞ്ചകച്ചിയും അല്ലെങ്കിൽ സാഫ്രൻ ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും. എക്സ്റ്റേണലി നല്ല ഡിവോട്ടിയാണ്, ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടി, പക്ഷേ ഇന്റേണലി അവർക്ക് എല്ലാ കാമ, ക്രോധ, ലോഭ, മോഹം, മതമാശ്ചര്യം ഇതെല്ലാം ഉണ്ടായിരിക്കും. എങ്ങനെ പിന്നെ ഡിവോട്ടി ആവുന്നത്? അല്ലേ? അപ്പൊ നമ്മള് ഒരു ഡോക്ടർ, ശരിക്കും ഡോക്ടർ ഒരു സർജൻ ഒരു തിയേറ്ററിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സർജറി ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷനും അതിൻ്റെ എക്സ്പീരിയൻസും വേണം. അപ്പം ഞാൻ ഡോക്ടറല്ല, ഞാനൊരു ഡോക്ടറുടെ കോട്ടും സ്റ്റെതസ്കോപ്പും എല്ലാം എടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് സർജറി ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റേണലി ഞാൻ ഡോക്ടറായിട്ട് കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അതിൻ്റെ നോളജും എക്സ്പീരിയൻസും ഇല്ല. അതേപോലെ സ്പിരിച്വലിസ്റ്റും എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അവർ ഡിവോട്ടി ആയിട്ട് കാണാം, പക്ഷേ ഇന്റേണലി അവർക്ക് എല്ലാ അനർത്ഥങ്ങളും ഉണ്ട്. അപ്പം അത് നമ്മൾ ആ അനർത്ഥങ്ങൾ കളയണമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് നോളേജ് മാത്രം പോരാ, അപ്ലൈഡ് നോളേജ്. ആ നോളേജ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. So academically one may be very learned, but because of his long association with material nature, he is in bondage. അപ്പോൾ എന്താണ് നമ്മളെ ഈ ബന്ധനത്തിൽ നിർത്താൻ കാരണം? നമ്മളുടെ ജന്മാന്തരമായിട്ടുള്ള വാസനകളും ആ അറ്റാച്ച്മെന്റും. ഒരു ജന്മം മാത്രമല്ലല്ലോ, എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടതിന് മുമ്പ്. എവിടെ തുടങ്ങി നമുക്ക് തന്നെ അറിയില്ല. ഭഗവാൻ നല്ല കാലം കൊണ്ട് നമുക്ക് ആ ഓർമ്മ തന്നിട്ടില്ല. ആ ഓർമ്മ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? ഈ ജന്മത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പരിശാനാണ്, അല്ലെ? ഓരോന്ന് ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കുന്നു. അപ്പൊ ഒരുപാട് ജന്മത്തിന്റെ ഓർമ്മ നമുക്ക് തന്നാൽ എന്തായിരിക്കും, അല്ലെ? അപ്പൊ നമ്മളുടെ ഈ പ്രപഞ്ചത്തിന് നമ്മളെ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ഈ അറ്റാച്ച്മെന്റ്, ലോങ് അസോസിയേഷൻ. അപ്പൊ എത്ര തന്നെ നമ്മൾ പഠിച്ചാലും ശരി, ആ അറ്റാച്ച്മെന്റ് കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? കയറില്ലാത്ത ബന്ധനാണ്. നമ്മള് എന്താണ്, ഇപ്പൊ ഒരു പശുവിനെ ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഒരു മരത്തില്, അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പശുവിന് ഫ്രീഡം ഉണ്ട്. എന്താ അതിന്റെ ഫ്രീഡം? ആ കയറിന്റെ നീളം, അല്ലേ? ആ കയറിന്റെ നീളം എത്രയുണ്ടോ അത്രയും അതിന് ഫ്രീഡം ഉണ്ട്, അത്രയും ആ റേഡിയസിൽ അതിന് പോകാൻ പറ്റും. നമ്മളെയും കയറില്ലാണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. എങ്ങനെ? നമുക്ക് പോവാം ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും, ഏത് സ്പെഷീസിലും പോവാം. ഭഗവാൻ അതിനുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മളുടെ കർമ്മത്തിനെ ആശ്രയിച്ചിരിക്കും. ഈ പ്രപഞ്ചത്തിൽ ഈ യൂണിവേഴ്സ് മാത്രമല്ല, ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട്, ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൊമോഷനോ ഡിമോഷനോ അപ്പർ പ്ലാനറ്റ് സിസ്റ്റോ മിഡിൽ പ്ലാനറ്റ് സിസ്റ്റോ ലോവർ പ്ലാനറ്റ് എവിടെ വേണമെങ്കിൽ ഭഗവാൻ കൊണ്ടിടും നമ്മുടെ കർമ്മത്തിനനുസരിച്ച്. ആ ഒരു ഫ്രീഡമാണ് നമുക്കുള്ളത്. പക്ഷേ പ്രപഞ്ചത്തിന് പുറമെ, ഭൗതിക ലോകത്തിന് പുറമെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയത്തിൽ പെർഫെക്ഷൻ നേടണം. ബോണ്ടേജ് ആണ് ഇവിടെ. കൃഷ്ണ കോൺഷ്യസ്നസ് ഹെൽപ്സ് വൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് മെറ്റീരിയൽ എൻടാങ്കിൾമെന്റ് ഈവൻ ദോ വൺ മേ ബി എൻഗേജ് in his prescribed duties in terms of material existence. Therefore,
without being fully in Krishna consciousness. One should not give up his occupational duties. അപ്പോൾ ഞാനെല്ലാം പെർഫെക്റ്റ് ആയി, എനിക്ക് ഇനി ഇവിടെ ഭൗതിക തലത്തിലുള്ള യാതൊരു ദൗത്യവുമില്ല, ഒരു കടമയില്ല, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. കാരണം നമ്മൾ ഇപ്പോഴും ഒരുപാട് ആസക്തിയുണ്ട്, ഒരുപാട് കൽമശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊന്നും ക്ലീൻ ആവാതെ, ഇതൊന്നും ശുദ്ധീകരിക്കാതെ നമുക്ക് ഒരു ഡ്യൂട്ടീസും, ഒരു കർമ്മത്തൊന്നും, ഭൗതിക തലത്തിലുള്ള ഒരു കർമ്മത്തൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. നമ്മൾ ഏത് പൊസിഷനിലാണ്, ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, അമ്മയാണെങ്കിൽ അമ്മ, അച്ഛനാണെങ്കിൽ അച്ഛൻ, ആ പൊസിഷനിൽ ഇരുന്ന അവരുടേതായിട്ടുള്ള പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ചെയ്ത് നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി എവോൾവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് വൺ ഷുഡ് നോട്ട് ഗിവ് അപ്പ് ഹിസ് ഒക്യുപ്പേഷണൽ ഡ്യൂട്ടീസ് പ്രീമെച്യൂർലി. നമ്മളൊരു ശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ അതിനുള്ള ആ അറിവും തരും, നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഈവൻ അങ്ങനെ ഉള്ള ഒരു ഡിവോട്ടിങ് കൂടിയിട്ട് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നു. കാരണം മറ്റുള്ളവർക്ക് ഒരു മോഡൽ ആവണം, എക്സാമ്പിൾ. ഇപ്പൊ ഒരുപാട് ശുദ്ധ ഭക്ത പ്രഭുപാദയ്ക്ക് ഇപ്പൊ 16 മാല ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. 24 മണിക്കൂറും പ്രഭുപാദ എന്ന് പറഞ്ഞ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളാണ്. സതതം കീർത്തയന്തോമാം. ഏതൊരു മെറ്റീരിയൽ ആക്ടിവിറ്റി ആണെങ്കിലും അത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ പോലെ ഇരുന്നിട്ട് 16 മാല റെഗുലേറ്റഡ് ചെല്ലേണ്ട ആവശ്യമില്ല. അത് 24 മണിക്കൂറും ജപിക്കുന്ന ആൾക്കാരാണ്. ജപം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം കൂടി നമ്മൾക്കൊരു എക്സാമ്പിൾ, ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് 16 മാല മിനിമം അത് ഡെയിലി ചെയ്തിരിക്കും. രാവിലെ സമയത്തിന് എഴുന്നേറ്റിരിക്കും. നമ്മൾ എന്നാലും എന്തെങ്കിലും ഒഴിവഴി പറയും, ഡിവോട്ടീസ് പറയും, ഡിസൈപ്പിൾസ് പറയും, പ്രഭുപാദ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം ഇത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി 12 മണിയായി, 1 മണിയായി, എങ്ങനെ രാവിലെ മംഗളാരത്തിക്ക് 4:30 മണിക്ക് എഴുന്നേൽക്കുക? I am waking up. I am 70+ years old and you are all 20 plus. Why you cannot get up? എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല? ഞാൻ 4:30 മണിക്ക് ഇതായിരുന്നു, 12 മണിക്ക് 10 to 12 മണി വരെയായിട്ടാണ് പ്രഭാതം ഉറങ്ങുന്നത്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ട്രാൻസ്ലേഷൻ ചെയ്യും. എന്നിട്ട് 4:30 മണിക്ക് അവിടെ മംഗളാരത്തിക്ക് എത്തും. എനിക്ക് ഈ വയസ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? യു ആർ ഓൾ വെരി വെരി യങ്. അതാണ് പ്രഭാതവാദം. അപ്പൊ പ്രഭുപാദ ചാൻറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്നാ ഭക്ഷണം കഴിക്കേണ്ട ചാൻറ്റ് ചെയ്താൽ മതി പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഡിറ്റർമിനേഷൻ വേണം. ഇത് നമ്മളുടെ കടമയാണ്. അപ്പോൾ എന്തായാലും പ്രഭുപാദ ആ വാക്കാണ് എംപവർമെന്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈതന്യ ചരിതാമൃത എത്ര 8 or 9 വോള്യം ബുക്സ് ഉണ്ട്. 12,000 ശ്ലോകാസ് എന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. 12,000 ശ്ലോകത്തിന്റെ ശ്ലോകങ്ങള്, അത് സാൻസ്ക്രിറ്റില്, അത് ഇംഗ്ലീഷില് ഈക്വലന്റ്, വേർഡ് ടു വേർഡ് മീനിങ്, ട്രാൻസ്ലേഷൻ, പർപ്പോർട്ട്. 9 വോള്യംസ്. ഭാഗവതം 18 ആണെങ്കിൽ ഇത് 8 or 9 വോള്യംസ് ഉണ്ട്. അപ്പൊ രാമേശ്വർ പ്രഭു എന്നുള്ള പ്രഭുവാണ് അന്ന് BBT ഇൻചാർജ് ഉണ്ടായിരുന്നു, BBT മാനേജർ ഉണ്ടായിരുന്നു. പ്രഭുപാദ ഏകദേശം അതിന്റെ മാനുസ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി രാമേശ്വർ പ്രഭുവിനോട് പറഞ്ഞു, ഇത് എന്താ പറയാ, പ്രിന്റ് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ഒരുപാടുണ്ട്. മാനുസ്ക്രിപ്റ്റ് ആണ് ഇതെല്ലാം. ഇത് ടൈപ്പ് ചെയ്തിട്ട്, അന്നത്തെ പ്രിന്റിംഗ് പ്രസ് പറയുന്നത് ഓട്ടോമേറ്റഡ് ഒന്നല്ല, ഒരുപാട് പണിയുണ്ട്. ഇതെല്ലാം ടൈപ്പ് ചെയ്യണം, അത് ഇതെടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് പണിയുണ്ട്, അതെല്ലാം ടൈപ്പ് ചെയ്യണം. ഇത്രയും ഇതൊക്കെ മാനുവലായിട്ട് എഴുതിയതാണ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്താണ്, ഡിക്റ്റഫോണിലാണ്. അത് കേൾക്കണം, എന്നിട്ട് ടൈപ്പ് ചെയ്യണം, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യണം. ഒരുപാട് പണിയുണ്ട്. കാരണം ഒരു പുസ്തകം തന്നെ ഒരു പബ്ലിഷ് ചെയ്യണമെങ്കിൽ എത്രയോ വർഷങ്ങളോളം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നൊന്നല്ല. അത് പ്രഭുപാദ ഡിക്റ്റോഫോണിൽ ഡിക്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കണം. എന്ത് പ്രഭുപാദ ആക്സെന്റ്, തിക്ക് ആക്സെന്റ്, ബംഗാളി ആക്സെന്റ് ആണ്. ചിലപ്പോൾ സംശയം ഉണ്ടാവും, അത് ചോദിക്കണം. സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണ്. അപ്പൊ ഇതൊക്കെ പ്രഭുപാദർ പറയുന്നു, രാമേശ്വർ പ്രഭു പറഞ്ഞു, പ്രഭുപാദ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 2 years മിനിമം 2 years ഞങ്ങൾക്ക് വേണം ഇത് കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരുപാടുണ്ട്. BBT അന്ന് വലിയ പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മാതാജിമാരും പ്രഭുക്കളും കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യാണ്. അത് കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, പ്രൂഫ് റീഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പിന്നെ പ്രിന്റ് ചെയ്യുന്നു,
അങ്ങനെ ഒരുപാട് വലിയ പ്രസ്സാണ് DBTയുടെ അന്ന്. വെയർ ഹൗസസും കണ്ടിന്യൂസ് 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ചില മാതാജിമാർ ആ ഡ്രോയിങ്സ് ഒക്കെ വരുത്തി അത് അപ്രൂവലിന് പ്രഭുപാതയ്ക്ക് കൊണ്ടുവന്നു. പ്രഭുപാത അതൊക്കെ നോക്കിയിട്ട് അതിൽ മൈൻഡിട്ട് എന്തെങ്കിലും കറക്ഷൻ ചെയ്തു, വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അപ്രൂവലിന് പോകുന്നു വീണ്ടും പ്രഭുപാതയ്ക്ക്, എന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് പണികളാണ്. എത്ര ഡിവോട്ടീസാണ് ഇൻവോൾവ് ചെയ്യുന്ന അറിയും. ഇതെല്ലാം പ്രഭുപാത ഒറ്റയ്ക്കാണ് ഈ മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഡിക്റ്റഫോണിൽ രാത്രി 12 മുതൽ രാവിലെ 5 മണി 4:30 മണി വരെ ഡെയിലി ഉള്ള പണിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല രാത്രി, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നപ്പോ രാമേശ്വര പ്രഭു പറഞ്ഞു, അതായത് 2 കൊല്ലം എടുക്കും. അപ്പൊ പ്രഭു പറഞ്ഞു, നോ, ഐ വിൽ ഗിവ് 2 months യു ടു ഡു ഇറ്റ്. 2 മാസം, 2 കൊല്ലം എവിടെ, 2 മാസം എവിടെ? ആലോചിച്ചു. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ 24 മാസം. അതിന് പ്രഭുപാദ പറഞ്ഞത് ഐ വിൽ ഗിവ് 2 months. അപ്പോ രാമേശ്വര പ്രഭു, ഇറ്റ് ഈസ് നെക്സ്റ്റ് ഇമ്പോസിബിൾ പ്രഭുപാദ്, നോട്ട് പോസിബിൾ. പ്രഭുപാദ് പറഞ്ഞു, ഇമ്പോസിബിൾ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫൂൾസ് ഡിക്ഷണറി. ആ ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് വിഡ്ഢികളുടെ ഡിക്ഷണറിയിൽ നിങ്ങൾ കാണുമെന്ന് പറയും. രാമേശ്വര പ്രഭു എന്താ ചെയ്യുക, എന്താ പറയുക? ഇത് വലിയൊരു ചലഞ്ചായി. ഗുരു പറയാണ് ഈ 2 മാസം കൊണ്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞ 24 മാസത്തിന്റെ ഇവിടെ 2 മാസമാണ്. പ്രഭുപാദ ആ വാക്ക് പറഞ്ഞില്ലേ, യു ക്യാൻ ഡു ഇറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ്. അതിനോട് കൂടെ എംപവർ ചെയ്യുന്നുണ്ട് അവരെ. ആൻഡ് ഇറ്റ്സ് എ മിറാക്കിൾ. ഈ 2 മാസം കൊണ്ട് രാമേശ്വർ പ്രഭു എല്ലാവരെയും കൂട്ടിയിട്ട് 2 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്ത് പബ്ലിഷ് ചെയ്തു എന്നാണ് അർത്ഥം. ആലോചിച്ച് നോക്കൂ. പ്രഭുപാദ് പറയും 24 മാസം, ഓക്കെ കുഴപ്പമില്ല, ഡു ഇറ്റ് പറഞ്ഞാൽ അത് 2 കൊല്ലം എടുക്കും, ചിലപ്പോൾ 2 അല്ല 3 കൊല്ലം എടുക്കും. ജസ്റ്റ് ദിസ് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പ്രഭുപാദ് പറഞ്ഞ, ഇത് വിഡ്ഢികളുടെ ഡിക്ഷണറിയിലെ ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് കാണുന്നുള്ളൂ. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റും അതോടുകൂടിയിട്ടുള്ള എംപവർമെന്റ് കാരണം 24 മാസം എടുക്കേണ്ട ആ പ്രക്രിയ 2 മാസം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ചു. ഇതാണ് ഗുരുവിനോടുള്ള സമർപ്പണം, ഗുരുവിന്റെ എംപവർമെന്റ്. എവിടെയും കേട്ടിട്ടുണ്ടോ? അത്രയും 24 മണിക്കൂറിന് എല്ലാവരെയും എൻഗേജ് ചെയ്തു. അത്രയും തകൃതിയായിട്ട് അവർ പണി ചെയ്തു. കാര്യങ്ങളെല്ലാം എല്ലാം വിത്തിൻ 2 months. ഇറ്റ്സ് എ റെക്കോർഡ്. ഞാൻ ഇത് ഡയറക്ട്ലി രാമേശ്വർ പ്രഭുവിന്റെ ലെക്ചറിൽ കേട്ടതാണത്. ബോംബെ ജുഹുവില് കുറച്ച് കൊല്ലം മുമ്പേ രാവിലത്തെ ഭാഗവതം ക്ലാസ്സിൽ അദ്ദേഹം സ്വയം പറയായിരുന്നത്, ഇത് ശ്രീല പ്രഭുപാദ എന്നുള്ള ബയോഗ്രഫിയിൽ ഉണ്ട് പ്രഭു. ഞാനത് വായിച്ചിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു പോയി ആലോചിച്ചിട്ട്. അതിൽ എഴുതുന്നുണ്ട്, സത്സ്വരൂപ ഗോസ്വാമി മഹാരാജ് എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഇത് സ്വയം അദ്ദേഹത്തെ അന്നത്തെ BBT മാനേജർ രാമേശ്വർ പ്രഭു പറയാണ് അദ്ദേഹത്തിന്റെ അനുഭവം. അപ്പൊ അന്ന് പ്രഭുപാദ ലീനിയന്റ് ആയിട്ട് കാണിച്ചില്ലല്ലേ, കുഴപ്പമില്ല, ഓക്കെ 24 മാസം, ഓക്കെ ഡു ഇറ്റ്, നോ പ്രോബ്ലം, പ്ലീസ് ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ 24 മാസം. പ്രഭുപാദയ്ക്ക് സമയമില്ല. 11 വർഷമാണ് ആകെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ 2 മാസത്തിന് പകരം 24 മാസം എടുത്തു കഴിഞ്ഞാൽ എവിടെ ഇതൊക്കെ പിന്നെ പ്രിന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനൊന്നും പഠിപ്പിച്ചു കൊടുക്കണം സമയം എവിടെ? പ്രഭുപാദ ന്യൂ വെൽ. കാരണം എനിക്ക് സമയമില്ല, ഇത് 2 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഞാൻ എൻ്റെ ഡിസൈപ്പിൾസിന് പറഞ്ഞു കൊടുക്കും, ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യും, ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അപ്പൊ ഒരു മിനിറ്റും കൂടി നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള കാരണം പ്രഭുപാദ തുടങ്ങിയത് 70 വയസ്സ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലെ. 1965 പോകുന്നത്. 1966 ഇസ്കോന്റെ സ്ഥാപനം. ഓക്കെ, പിന്നെ ഇതെല്ലാം കുറച്ച് ഡിസൈപ്പിൾസ് ആയി വരയ്ക്കും 1968 കുറച്ച് ഡിസൈപ്പിൾസ്, ഹാൻഡ്ഫുൾ ഓഫ് ഡിസൈപ്പിൾസ് വന്നപ്പോഴേക്കും പിന്നെ ലോകം മുഴുവൻ സഞ്ചരിക്കലും ടെമ്പിൾസിന്റെ കൺസ്ട്രക്ഷൻസും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസിൽ പ്രഭുപാദ 24 മണിക്കൂറിൽ 22 മണിക്കൂറും പ്രഭുപാദ ബിസിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ 1965 മുതൽക്ക് 1977 വരെ 12 കൊല്ലം. അതിൽ ആദ്യത്തെ 3-4 കൊല്ലം വളരെ ടഫായിരുന്നു. ഒരുപാട് സെറ്റ് ബാക്സ്, ഒരുപാട് ചലഞ്ചസ് ഇതെല്ലാം വന്നിട്ടുണ്ട് അല്ലേ. എന്നുവെച്ചാൽ ടോട്ടലി ബ്രാൻഡ് ന്യൂ ഡിവോട്ടീസ് ആണ്, ഒന്നും അറിയില്ല അവർക്ക്.
വേദിക്കിന്റെ യാതൊരു ABCDയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു കൊണ്ട് അറ്റ്ലീസ്റ്റ് ഭാഗവതം, ഭഗവത്ഗീത, രാമായണം പേരെങ്കിലും കേട്ടിട്ടുണ്ട്. പല ട്രഡീഷണൽ ആയിട്ടും എല്ലാം നമുക്ക് അറിയാം. അവിടുന്ന് അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടും കണ്ടിട്ടും അറിയാം. ഇവർക്ക് ABCD അറിയില്ല. ടോട്ടലി ഫോറിൻ ഡിവോട്ടീസ്, വൈറ്റ് ഡിവോട്ടീസ്, ലാംഗ്വേജ് അറിയില്ല, നമ്മളുടെ ട്രഡീഷൻ കൾച്ചർ അറിയില്ല. ഇവരെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, എന്ത് സംസാരിക്കണം, എന്ത് കൊടുക്കണം, ഇതെല്ലാം പ്രഭുപാദയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം. ആലോചിച്ചു നോക്കൂ, ഈ 10-11 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് അവരെ ആചാര്യന്മാരാക്കുക, സംസ്കൃത് സ്കോളേഴ്സ് ആക്കുക, അവരെ ശരിക്കുള്ള ഡിസൈപ്പിൾ ആക്കുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. അത് നെക്സ്റ്റ് ഇമ്പോസിബിൾ. കാരണം ഇത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇത് സംഭവിക്കാണ്ട് പോകുന്നില്ല. അതേപോലെ അത് ഭഗവാന്റെ ആ ഒരു കൃപ മാത്രമാണ്, ഭഗവാന്റെ മേഴ്സിയാണ്. ആ ഭഗവാന്റെ മേഴ്സിയാണ് തൻ്റെ ഭക്തന്മാർക്ക് എംപവർമെന്റ് ആയിട്ട് കൊടുത്തത്. ഗോ ആൻഡ് പ്രീച്ച്, ഗോ ആൻഡ് ഓപ്പൺ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാണ്. എങ്ങനെ ചെയ്യുന്നത്? സ്വന്തം കഴിവുകൊണ്ടല്ല, പ്രഭുപാദയുടെ ആ എംപവർമെന്റ് കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ലഡ്ഡു നമ്മളുടെ വായിൽ വെച്ച് നിന്നിരിക്കുകയാണ്. നമുക്കത് ജസ്റ്റ് കഴിക്കാനും കൂടി വയ്യ എന്നുള്ളതല്ല അല്ലേ? ഈ ഡിസൈപ്പിൾസ് എല്ലാം ഈ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമഗ്രികൾ കിട്ടാനില്ല. ഒരുപാട് ഐറ്റംസ് വേണം. എവിടുന്നെല്ലാം കളക്ട് ചെയ്യണം, എത്ര ബുദ്ധിമുട്ടോട് കളക്ട് ചെയ്ത് അതെല്ലാം ഉണ്ടാക്കി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് അതായത് ഒരു ഉണ്ടായിട്ട് നമ്മുടെ വായിൽ വെച്ച് അത് ചവയ്ക്കാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ നമ്മളുടെ സ്ഥിതിയാണ്. അപ്പോൾ പ്രഭുപാദ ഏർലിയർ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അവരുടെ കോൺട്രിബ്യൂഷനെ നമുക്ക് 1000 കൈ കൊണ്ട് തൊഴുതാനും പോരാ. അത്രയും വലിയ കോൺട്രിബ്യൂഷനാണ്. അതാണ് ഇവിടെ. No one should suddenly give up the prescribed duties and become a so-called yogi or transcendentalist artificially. അപ്പൊ നമ്മൾ ഏത് ഓക്യുപ്പേഷൻ ആണ് ചെയ്യുന്നത് അത് ആർട്ടിഫിഷ്യലി നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല. അപ്പൊ നമ്മളുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളൊരു തലത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ അറിവ് കിട്ടും, അപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. ഗുരു പറയാണ് യു ഡു ദിസ്, യു ഡോണ്ട് ഡു ദാറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ്. So it is better to be situated in one's position and to try to attain Krishna consciousness under superior training. അപ്പോൾ നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും സീനിയർ ഡിവോട്ടീസിന്റെ ആ ഗൈഡൻസോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഒരു വ്യൂ പോയിന്റ്, നമ്മളുടെ ഒരു വിഷൻ ഉണ്ടായിരിക്കും. അത് ശരിയാവാം തെറ്റാവാം അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും കൺസൾട്ട് ചെയ്യേണ്ടത് നമ്മുടെ സീനിയർ ഡിവോട്ടീസ് ആയിട്ടും ഗുരു മഹാരാജായിട്ടും അങ്ങനെയുള്ള ഭക്തന്മാരായിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോടൊന്ന് ഗൈഡൻസ് മേടിച്ച് നമ്മൾ വേണ്ടതുപോലെ ചെയ്യണം. ട്രെയിനിങ്, സുപ്പീരിയർ ട്രെയിനിങ്. ദസ് വൺ മേ ബി ഫ്രീഡ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് കൃഷ്ണാസ് മായ. അങ്ങനെയാണ് നമ്മൾ ആ ഭഗവാന്റെ മായ എന്തായാലും പറയാ, മായയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ പറ്റുള്ളൂ, അതിന്റെ പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഇല്ലെങ്കിൽ ടെക്സ്റ്റ് 34. ഇന്ദ്രിയാസ്യേന്ദ്രിയാസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനാവസം ആഗച്ഛേത് തൗ ഹി അസ്യാ പരിപന്ഥിനോ. ഇന്ദ്രിയാസ്യേന്ദ്രിയാസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനാവസം ആഗച്ഛേത് തൗ ഹി അസ്യാ പരിപന്ഥിതോ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാസേന്ദ്രിയ സാർധേ രാഗദ്വേഷ വ്യവസ്ഥിതൗ തയോർന വശമഗച്ഛേത് തൗ ഹസ്യ പരിപന്ഥിനോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആൻഡ് എന്റെ വിവർത്തനം ഗീത മാതാജി എന്ന് വായിക്കും. ഞാനാണോ പ്രഭു? അതെ അതെ.
ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളിലൂടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണവ. Very good. There are principles to regulate attachment and aversion. രാഗദ്വേഷം, ആസക്തി, വിരക്തി. അപ്പോൾ രണ്ടും പാടില്ല നമുക്ക്. ആസക്തിയും പാടില്ല, വിരക്തിയും പാടില്ല. ഒന്നിനോട് ഒരുപാട് ആസക്തി അല്ലെങ്കിൽ അതിനോട് ഒരുപാട് വിരക്തി. ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ്. നമ്മൾ ന്യൂട്രൽ ആയിട്ടിരിക്കണം, ഇക്വിപ്പോയിസ്ഡ് ആയിട്ടിരിക്കണം. അതാണ് there are principles to regulate attachment and aversion. രണ്ടിനും ആസക്തി, വിരക്തി, രാഗദ്വേഷ pertaining to the senses and their objects. അപ്പൊ നമ്മളുടെ സെൻസസ് ഏതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, ത്വക്ക്. ഓക്കെ. അതിന്റെ സെൻസ് ഒബ്ജക്ട്സോ? കാണുക, കേൾക്കുക. യെസ്. അപ്പോ ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെ, അറ്റാച്ച്മെന്റും അവേർഷനും. ഒന്നിനോട് ഒരുപാട് താല്പര്യം കാണിക്കുക, വേറൊന്നിനോട് ഒരുപാട് വിദ്വേഷം അല്ലെങ്കിൽ വിരക്തി കാണിക്കുക. രണ്ടും പാടില്ല. നമുക്ക് ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയാൽ അടിച്ചു പൊളിച്ചു, എല്ലാവരും വിളിച്ചു പറഞ്ഞു, പാർട്ടി വെച്ചു, ഒരുപാട് സന്തോഷം. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? നമുക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടി, വേറെ 25,000 രൂപ ഇൻക്രിമെന്റും തന്നു, ഭയങ്കര സന്തോഷം, എല്ലാവരും വിളിച്ചു, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു, വലിയ പാർട്ടി. ഓക്കെ, ഒരുപാട് സന്തോഷമായി. എന്താ നമ്മൾ ചെയ്യാം? അങ്ങനെ ചെയ്യും സാധാരണ അല്ലേ, മിക്കവാറും ആൾക്കാർ അങ്ങനെയാണ്. പാർട്ടി പിറ്റേ ദിവസം നമ്മൾ പറയാണ്, മാനേജ്മെന്റ് വിളിച്ച് പറയാണ്, ഇവിടെ ബിസിനസ് മോശമാണ്, സ്റ്റാഫ് കൂടാതെ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും സ്ഥിതി? ഇന്നലെ പാർട്ടി വെച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനത്തെ നമ്മൾ ഒരുപാട് എലൈറ്റഡ് ആവാൻ പാടില്ല, ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ പറയും സാധാരണ, നമ്മുടെ ചില ആൾക്കാർ എപ്പോഴും ഭയങ്കരമായിട്ട് ചിരിക്കും. അധികം ചിരിക്കേണ്ട കേട്ടോ, കരയാൻ ചാൻസ് ഉണ്ട് പറയും അല്ലേ. അതേപോലെ നമ്മൾ ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല. എന്ത് യെസ് എക്സെപ്റ്റ്. അതേപോലെ നമ്മുടെ വിഷമം, നമ്മുടെ ജോലി, ഇപ്പൊ ഇന്ന് നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളമുള്ള ജോലി പോയി, അപ്പോഴും നമ്മൾ വിഷമിച്ച് ആകെ മൂകനായിട്ട് ഇരിക്കുക. എന്തൊക്കെ ചെയ്യാൻ, ഇവൻ ജീവൻ കൊടുക്കാൻ വരെ ആൾക്കാർ തയ്യാറായിരിക്കും, അതിനും വേണ്ട. അപ്പൊ ഒരുപാട് ദുഃഖിക്കും വേണ്ട, ഒരുപാട് സന്തോഷിക്കും വേണ്ട, ന്യൂട്രലായിട്ട്. അതും ഭഗവാന്റെ നിശ്ചയം, ഇതും ഭഗവാന്റെ നിശ്ചയം. അതും എൻ്റെ കർമ്മഫലം, ഇതും എൻ്റെ കർമ്മഫലം അല്ലെ. അപ്പോ ജോലി പോയി, ഓക്കെ. പിറ്റേ ദിവസം പറയാണ് ഒരാൾ, സുഹൃത്ത് പറയും, ഓക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ശമ്പളം കിട്ടും, വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പൊ എന്തായിരിക്കും സ്ഥിതി അല്ലേ? ഇന്ന് ജോലി പോയി, 25,000 രൂപ ശമ്പളമാണ്, നിങ്ങൾക്ക് പറയാം 50,000 ശമ്പളം ഞാൻ നിങ്ങൾക്ക് നല്ല പോസ്റ്റിൽ തരാം, ഒരു വകുപ്പുണ്ട്, മരുന്ന് വെച്ചാൽ എന്തായി? അപ്പൊ നമ്മൾ നിർക്കിച്ചത് ബാക്കിയായില്ലേ? അപ്പൊ രണ്ടിനും, അറ്റാച്ച്മെന്റും പാടില്ല, അവേഷനും പാടില്ല, ആസക്തിയും പാടില്ല, വിരക്തിയും പാടില്ല. വി ഷുഡ് മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി. എപ്പോ ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്നൊന്നും നമ്മുടെ കയ്യിലല്ല. എല്ലാം നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് ആ വിധി പ്രകാരം നടക്കും. അതുകൊണ്ട് രണ്ടിലും ഓവർ ജോയും പാടില്ല, ഓവറായിട്ടുള്ള ദുഃഖവും പാടില്ല. മെയിൻറ്റെയിൻ ഇറ്റ്. യെസ്, നമുക്ക് നല്ല ഒരു ന്യൂസ് കിട്ടിയാൽ അത് മറ്റുള്ളവരോട് പറയാം, നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറയാം. സന്തോഷം, ഭഗവാന്റെ കൃപ, ഭഗവാന്റെ മേഴ്സി കൊണ്ടാണ്, എൻ്റെ കഴിവല്ല, ഭഗവാന് ക്രെഡിറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വേറെ വല്ല കൂട്ടുകാരോ അല്ലെങ്കിൽ വേറെ വല്ലൊരു റിലേറ്റീവോ ആയിട്ട് കണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുക. ആരുത്താണ്? ഇത് എൻ്റെ കഴിവല്ല, എല്ലാം ഭഗവാന്റെ കൃപ. നഷ്ടപ്പെട്ടാലും ശരി, ഇതും എനിക്ക് വിധിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഭഗവാൻ വെട്ടി തല്ലാക്കി തന്നു. എനിക്ക് എത്രയോ വലുത് സംഭവിക്കണ്ടായിരുന്നു, പക്ഷെ അത് ചെറുതായിട്ട് തന്നു. അങ്ങനെ നമ്മൾ പോയാൽ നമുക്ക് വിഷമമുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിനുള്ള ആ ആത്മബലം കിട്ടും, ഇതിനെ ഫേസ് ചെയ്യാനും ഇതിനെ ചലഞ്ച് ചെയ്യാനും. അതാണ് ഇവിടെ പറയുന്നത്. There are principles to regulate attachment and aversion pertaining to the senses and their object. ഈ സന്തോഷം, സന്താപമൊക്കെ എവിടെയാണ് നമ്മൾ നടക്കുന്നത്? മനസ്സിലാണ് നടക്കുന്നത് അല്ലേ. ഇതെല്ലാം നമ്മളുടെ മെന്റൽ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്.
അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നടക്കുന്നത്? മെന്റൽ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് ഒരു നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ അത് ഫിസിക്കൽ ലെവലിലാണ്. ഇങ്ങനത്തെ നല്ല ന്യൂസ് കിട്ടുകയാണെങ്കിൽ അത് മെന്റൽ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ മനസ്സിലാണ്. അപ്പോൾ അതാണ് ഇവിടെ pertain to senses and the sense objects. So one should not come under the control of such attachment and aversion. അപ്പൊ രണ്ടിന്റെ പിടിയിലും പെടാൻ പാടില്ല, രണ്ടിന്റെ അധീനത്തിലും പെടാൻ പാടില്ല. അത് അറ്റാച്ച്മെന്റ് ആയാലും ശരി, അവേർഷൻ ആയാലും ശരി. ബിക്കോസ് ദേ ആർ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഓൺ ദ പാത്ത് ഓഫ് സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് അത് ഒരു വിഘ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഓവർ അറ്റാച്ച്മെന്റും ഓവർ അവേർഷനും പാടില്ല. വി ഷുഡ് ഫോളോ ദ ന്യൂട്രൽ പാത്ത്. അങ്ങനെ ആ ഒരു തലത്തിൽ മാത്രമേ നമുക്ക് ഭഗവാനെ ഭജിക്കാനും ഉപാസിക്കാനും ഭഗവാന്റെ നിർദ്ദേശത്തെ ഫോളോ ചെയ്യാനും പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് വായിച്ചില്ല അല്ലേ? ഓക്കെ, പർപ്പോട്ട് വായിച്ചില്ല. ഓക്കെ, സോറി. Those who are in Krishna consciousness are naturally reluctant to engage in material sense gratification. But those who are not in such consciousness should follow the rules and regulations of the revealed scriptures. എന്നാണ് പറയുന്നത്? ആരാണോ കൃഷ്ണാവബോധത്തിലുള്ളത് അവർ തീർച്ചയായിട്ടും അങ്ങനെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ അല്ലാത്തവരെ എന്താണ്, അവർ തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങൾ സ്ക്രിപ്ചറിൽ കൊടുത്ത പോലെ പാലിക്കണം. മറ്റവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ആൾറെഡി കൃഷ്ണാവബോധത്തിലാണ്, അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുക, എത്ര മണിക്ക് ഇത് ചെയ്യുക, ആ റെഗുലേഷൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ട് അത് സംഭവിക്കും. സ്പോണ്ടേനിയസ് ആയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികൾ ഒക്കെ ചെറിയ പ്രായത്തിൽ 2 വയസ്സായി 3 വയസ്സായി നമ്മൾ ഡെയിലി നമുക്ക് അവരെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ, KG എവിടെയും പോകുന്നുണ്ടെങ്കിൽ സമയത്തിന് എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പറയണം, പല്ല് തേക്കാൻ പറയണം, കുളിക്കാൻ പറയണം. ഡെയിലി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്ര വരെ? കുറച്ച് അവർക്കൊരു മെച്യൂരിറ്റി ആവുന്നവരെ. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അവർക്ക് ശീലമായി. അവർ ആ സമയം പറഞ്ഞ് 5 മണി അല്ലെങ്കിൽ 6 മണി പറഞ്ഞ് അവർ എഴുന്നേൽക്കുന്നു, ബാത്റൂം വന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യുന്നു. റെഗുലേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നു. അതേപോലെ നമ്മളും സ്പോണ്ടേനിയസ് കൃഷ്ണാവബോധത്തിൽ ആ പ്രാക്ടീസ് റെഗുലേറ്റഡ് ആയിട്ട് ലൈഫിൽ കൊണ്ടുപോയാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ റെഗുലേറ്റഡ് ആവശ്യമില്ല. അലാം ഫോർ എക്സാമ്പിൾ, ഒരാൾ കുറേ കാലമായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്നു അലാം വെച്ചിട്ട്. പിന്നീട് അലാമിന്റെ ആവശ്യമില്ല. നമ്മളുടെ ബോഡി അതിന് ട്യൂണായി. 5 മണി ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണു തുറക്കുന്നു, എഴുന്നേൽക്കുന്നു. അല്ലേ? പല ആൾക്കാർക്ക് അനുഭവമാണ്. ചില ആൾക്കാരുണ്ട് അലാം അടിച്ചാലും അതിനെ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. അത് വേറെ കാര്യം. അത് എന്താണ്? ലത്താർജി, മടി, അലസത. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ 5 മണിക്ക് അലാം വെച്ചിട്ട് എഴുന്നേൽക്കണം എന്നുള്ള ബോധത്തോട് നമ്മൾ അലാം വെക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അലാം വെച്ച് അടിച്ചില്ലെങ്കിലും നമ്മൾ എഴുന്നേൽക്കും. കാരണം വെച്ചാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമുക്കത് പ്രാക്ടീസായി. അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇനീഷ്യലി ആവശ്യമാണ്. നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് വരും. So unrestricted sense enjoyment in the cause of material engagement, but one who follows the rules and regulation of the revealed scripture does not become entangled by the sense objects. For example, sex enjoyment is a necessity for the conditioned soul, and sex enjoyment is allowed under the license of marriage ties. അപ്പോൾ അതിന് ഉദാഹരണം തരുന്നത് സെക്സ് എൻജോയ്മെന്റ് ആണ്. അപ്പോൾ ഒരു ഔട്ട് ഓഫ് വെഡ്ലോക്ക് നമ്മൾ വിവാഹം കഴിച്ച് അതിൻ്റെതായിട്ടുള്ള ആ ലൈസൻസോടുകൂടി നമുക്ക് എൻജോയ് ചെയ്യാം. ബട്ട് ദർ ഇസ് നോ ദിസ് ഔട്ട് ഓഫ് വെഡ്ലോക്ക് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ ഇറ്റ്സ് എ റെഗുലേഷൻ ടു പ്യൂരിഫൈ അസ്. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ. ഫോർ എക്സാമ്പിൾ, സെക്സ് എൻജോയ്മെന്റ് ഇസ് നെസസിറ്റി ഫോർ ദ കണ്ടീഷൻ സോൾ ആൻഡ് സെക്സ് എൻജോയ്മെന്റ് ഇസ് അലൗഡ് അണ്ടർ ദ ലൈസൻസ് ഓഫ് മാരേജ് ടൈസ്. അപ്പോൾ നമ്മളുടെ ശാസ്ത്രപ്രകാരം ഒരു സ്ത്രീ പുരുഷന്റെ ബന്ധം എന്ന് പറയുന്നത്
ഔട്ട് ഓഫ് ബെഡ്ലോക്കിന് മാത്രമേ പാടുള്ളൂ, വിവാഹത്തിന് ശേഷം മാത്രമേ പാടുള്ളൂ, അല്ലാത്തത് പാടില്ല. ഇറ്റ്സ് എ സിൻ. According to scriptural injunction, one is forbidden to engage in sex relation with any woman other than one's wife. അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരെയും നമ്മള് അവനവന്റെ സ്വന്തം സ്പൗസ് അല്ലെങ്കിൽ അവർ മാതാജി എന്ന് പറയുന്നത്. Okay, we have to see them as our mother. All other women are to be considered as one's mother, but in spite of such injunction, as a man is still inclined to have sex relation with another woman, so that അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാപമാണ്. വൺ ഓഫ് ദ 4 സിൻഫുൾ ആക്ടിവിറ്റീസ് ആണ്. നമുക്കറിയാം എന്തൊക്കെയാണ്: ഇലിസിറ്റ് സെക്സ്, ഗാംബ്ലിംഗ്, ഇൻടോക്സിക്കേഷൻ, മീറ്റ് ഈറ്റിംഗ്. ഇത് 4 പാപകർമ്മങ്ങളാണ്. ഇതിന്റെ ഇതെന്തായിരിക്കും? റിസൾട്ട് എന്തായിരിക്കും? നമ്മളെ ഹെലിഷ് ലൈഫ്, നരകത്തിലെ കൊണ്ടിടും. അപ്പൊ ഇങ്ങനത്തെ, അതായത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ദീസ് പ്രൊപ്പൻസിറ്റീസ് ആർ ടു ബി കർബ്ഡ്. ഇങ്ങനത്തെ ഈ പ്രവണതകൾ നമ്മൾ നിർത്തണം. അതർവൈസ് ദേ വിൽ ബി സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഓൺ ദ പാത്ത് ഓഫ് സിവിലൈസേഷൻ. അപ്പൊ അങ്ങനെ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഈ വേദങ്ങൾ പറഞ്ഞാലും ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ചെവി കൊള്ളില്ല, പോവില്ല അവർക്ക്. അതാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം രജോ ഗുണത്തിലെങ്കിലായിരിക്കണം. സത്വഗുണത്തിലാണ് ബെസ്റ്റ്. സത്വഗുണത്തിലെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് മിനിമം നമ്മൾ രജോ ഗുണത്തിലായിരിക്കും മിനിമം. തമോ ഗുണത്തിലുള്ള ആൾക്ക് അത് പോത്തിന്റെ ചെവിട്ടില് വേദം ഊതി കൊടുക്കുന്ന പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തലകേറില്ല. മിനിമം ഭഗവാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജോ ഗുണത്തിലായിരിക്കണം. അത് ശരിക്കും നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഗുണത്തിലായാലും ശരി നമ്മൾ പതുക്കെ പതുക്കെ സത്വഗുണത്തിലേക്ക് ഉയരണം. ആ സത്വഗുണത്തിലെ നമുക്ക് അവിടുന്ന് വിശുദ്ധ സത്വത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? they will be stumbling blocks on the path of self-realization. As long as the material body is there, the necessities of the material body are allowed. അപ്പൊ നമ്മൾ എത്രത്തോളം കാലം നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കണം, നമുക്ക് ഭൗതിക ശരീരം ഉണ്ടായിരിക്കും. അപ്പൊ ഭൗതിക ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട്. അത് അണ്ടർ റെഗുലേഷൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വിംസിക്കലി ചെയ്യാൻ പാടില്ല. അണ്ടർ റെഗുലേഷൻസ്. ഓരോരുത്തരും ഓരോ നിയമങ്ങളുണ്ട്, ഓരോ സമയങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള അവകാശം, അതിൻ്റെ അലവൻസ് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അല്ലേ? ആണ് പറയുന്നത്. വൺ ഹാസ് ടു ഫോളോ ദോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് unattached to them, because practice of sense gratification under regulations may also lead one go to astray. As much as there is always a chance of an accident even on the royal roads. പ്രഭാത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ആക്സിഡന്റ് എവിടെ വേണമെങ്കിൽ സംഭവിക്കാം. ഈവൻ ഓൺ എ റോയൽ റോഡ്, രാജകീയമായിട്ടുള്ള ഒരു പാതയിലും ആക്സിഡന്റ് വേണമെങ്കിൽ സംഭവിക്കാം. രാജാവിനും ആക്സിഡന്റ് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനെ സില്ലിയായിട്ട് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. Although they may be very carefully maintained, no one can guarantee that there will be no danger even on the safest road. എത്ര തന്നെ സേഫ് ആൻഡ് സെക്യൂർഡ് റോഡാണെങ്കിലും അവിടെ ആക്സിഡന്റ് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഞാൻ 25 വർഷമായിട്ട് കൃഷ്ണാമൃതത്തിലാണ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഒരിക്കലും ആവാൻ പാടില്ല. എനി ടൈം ഹിസ് ഹോളിനെസ് രാധാനാഥ് സ്വാമി മഹാരാജിനോട് ചോദ്യം ചോദിച്ചാണ്, മഹാരാജ്, how you are maintaining, how you are keeping such a high profile, so detached, so many years, you are so consistent. ഇങ്ങനത്തെ ഒരു മാഹോൾ, ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ കലിയുഗത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന അങ്ങ് എങ്ങനെ ഇത് സാധിക്കുന്നു? അപ്പോ മഹാരാജ് ഒരു കാര്യം പറഞ്ഞു, വെയിറ്റ്, ഡോണ്ട് സേ ദാറ്റ്. മായ ക്യാൻ അറ്റാക്ക് എനിവൺ എനി ടൈം. എത്ര തന്നെ വലിയ കൊലക്കൊമ്പനായി ശരി,
അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. അങ്ങനത്തെ ആ കേഡറുള്ള മഹാരാജ് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ആരാണ്? ഞാൻ 25 വർഷമായി, 30 വർഷമായി, 10 വർഷമായി, ഇത്ര മാല ചാൻഡി ഉണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? അപ്പൊ അതുകൊണ്ട് വി ഷുഡ് ബി ആൾവേസ് വിജിലന്റ്. We should follow the rules and regulation. We should be under the shelter of senior devotees, always in the company of devotees. So it's a must. So therefore, in spite of regulated sense enjoyment, there is every chance of falling down. Therefore, any attachment for regulated sense enjoyment must also be avoided by all means. Unregulated sense enjoyment should always be avoided. But attachment to Krishna consciousness or acting always in the loving service of Krishna detaches one from all kinds of sensory activities. അപ്പോൾ നമ്മൾ ഡിറ്റാച്ച് ചെയ്താൽ മാത്രം പോരാ, അറ്റാച്ചും കൂടി ചെയ്യണം. Detaching from sinful activities and attaching to spiritual activities slowly and gradually നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വേണ്ടാത്ത ആ പ്രക്രിയയിൽ നിന്നെല്ലാം നമ്മൾ മാറും. അറ്റാച്ച്മെന്റ് വേണം, നെഗേഷൻ മാത്രം പോരാ. Detachment matram vara, attachment to positive things also is must. So therefore, no one should try to be detached from Krishna consciousness at any stage of life. Verikilum Krishna nammal mari nikkan paadilla. The whole purpose of detachment from all kinds of sense attachment is ultimately to become situated on the platform of Krishna consciousness. Appo എല്ലാ സെൻസ് അറ്റാച്ച്മെന്റും നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നത് ഭഗവാന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ്, അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിറ്റാച്ച്മെന്റ് ആൻഡ് അറ്റാച്ച്മെന്റ്, സിംപ്ലി ഡിറ്റാച്ചിങ് ഈസ് നോട്ട് ഇനഫ് എന്നാ പറയുന്നത്. അപ്പൊ ആ ഡിറ്റാച്ച്മെന്റ് ടെമ്പററി ആയിരിക്കും. കുറച്ച് കാലം നമ്മൾ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അസോസിയേഷൻ എടുത്തില്ലെങ്കിൽ പതുക്കെ വീണ്ടും നമ്മൾ സെൻസ് ആക്ടിവിറ്റീസിൽ അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് detached from lower sense gratificatory activities and attached to spiritual activities. അപ്പൊ നമുക്ക് ഈ ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെടാനുള്ള സമയവും, അതായത് അനാവശ്യമായിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 35 അടുത്ത ക്ലാസ്സിൽ वांछा कल्पतरुभ्यश्च कृपा सिंधुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरे कृष्णा.